ഗൈസ് ഇവിടെ വന്നപ്പോൾ അതേ ഇവരെ മീൻ പിടിക്കണേ. ഒരെണ്ണം കിട്ടിയിട്ടാ. അവരതിനായിട്ടിട്ട് ഇതേ കെട്ടിക്കൊണ്ടിരിക്കുക. അടിയിൽ വലയിട്ടിട്ടുണ്ടെന്നാണ് പറയണത്. അവിടെ ഒരു നൂർക്കുലി കിടന്ന് പിടക്കുന്നുണ്ട് കേട്ടോ. വേറൊരു മീൻ കിടന്ന് അവിടെ പിടക്കുന്നുണ്ട്. അപ്പം അയാളിനെ അത് പിടിക്കാൻ വേണ്ടി പോവാണ്. കിട്ടി 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 എടാ മോനെ, കിട്ടിയടാ. സംഭവം വലുതാണ് കേട്ടോ, അത്യാവശ്യം നല്ല വലുതാ. ആ കൊള്ളി പറിച്ചിട്ട് മേൽക്കോട്ടെ കൊള്ളിയിൽ പറിച്ച കുറച്ച് മേൽക്കോട്ടെ, കുറച്ച് മേലെ ഓട്ട കൊള്ളി മടിക്ക്. എന്നിട്ട് ആ കയറ് മാത്രം കെട്ടാൻ മീൻ അന്ന് കുറച്ചും കൂടി കെട്ടാം. തപ്പി പോയിക്കോ. ഇതെങ്ങനെ അവിടെ പോയി? അത് വലി കഴിഞ്ഞു. നെൽക്കതിർ മൊത്തം കൊയ്തെടുത്തിട്ടുള്ള സീനാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പച്ചപ്പുള്ള സമയത്ത് അടിപൊളി വൈബാണ്. ഇങ്ങോട്ട് പോരാ, ഈ എത്തിട്ട് പോരാ, ഞാൻ പിടിച്ചോളാം. ഇങ്ങോട്ട് പോ, തോടാൻ പിടിച്ചോളാം. ഇങ്ങോട്ട് പോരാ, കൊള്ളി കൊണ്ട് ഒഴിവാക്കി. കാണുന്ന മലനിരകളല്ലടാ, അത് മണത്തരികളുമല്ല, അതാണ് നമ്മുടെ നെല്ല്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നെല്ല് അങ്ങനെ പാടത്ത് കൂട്ടിയിരിക്കണ കണ്ടത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇതേ ഒരു ഏട്ടൻ എനിക്കിതേ കക്കരിക്കുന്നുണ്ട് ഗൈസ്. ഞാൻ പോണ വഴിക്ക് ഇങ്ങോട്ട് തടഞ്ഞു നിർത്തി തന്നതാണ് കേട്ടോ. ശൂശു എന്ന് വിളിച്ചപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി. അല്ല, ശൂശു എന്ന് വിളിച്ചാൽ ആരായാലും തിരിഞ്ഞു നോക്കൂല്ലോ. അപ്പോൾ എന്തോ ഒരു സാധനം തന്നെ. അപ്പം ഞാൻ ചെയ്യുന്ന സാധനം എന്ന് വെച്ചിട്ട് നോക്കിയപ്പോഴാണ് അത് കക്കരിക്കയാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്, ഫ്രഷാണ്. ഫ്രഷ് സാധനമാണ്. ഏട്ടനെ അവിടുത്തെ വെണ്ടക്ക പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഏട്ടൻ്റെ കയ്യിലിരിക്കുന്ന ബക്കറ്റ് നിറച്ച് വെണ്ടക്കയാണ്. റെഡ് വെണ്ടക്കയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. കുഴപ്പമില്ലെങ്കിൽ നമുക്ക് അവിടെ കയറി വീഡിയോ ഒക്കെ എടുക്കായിരുന്നു. ജസ്റ്റ് വീഡിയോ എടുക്കാൻ. വീഡിയോ ഉണ്ട്. ആ ചേട്ടൻ പാവം ചേട്ടനാണ്. കക്കരിക്കൊക്കെ കഴിഞ്ഞു. പയറാൻ ഗൈസ് ആയി വരുന്നുള്ള വെണ്ടക്ക. ഫ്രഷാണ് കേട്ടോ. ഫുള്ളും ഫുള്ളും 2 മിനിറ്റ് വെയിലത്ത് നിന്നപ്പോൾ തന്നെ ഒരുമാതിരി ചടക്കണം കേട്ടോ. അതാണ് നെറ്റിയൊക്കെ ഇങ്ങനെ ചുളിഞ്ഞ് മറിഞ്ഞിരിക്കുന്നത്. ചൂടെടുത്തിട്ട് പിടിച്ച സംഭവം കളറാണ്. പക്ഷെ ഇവരെങ്ങനെ എത്ര വെയിലത്ത് ഇങ്ങനെ ഇത്രയും മണിക്കൂർ വർക്ക് ചെയ്യണമെന്ന് അറിയില്ല. സമ്മതിക്കണം. ചോദിച്ചല്ല കേട്ടോ, വിളിച്ചു തന്നതാ. നിങ്ങൾക്ക് എന്താ സാധനം ചോദിച്ചു. ആ ടേസ്റ്റ്, ഫ്രഷ്. വെള്ളം കുറേ ഉണ്ടായിരുന്നപ്പോൾ രസമുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയത് കൊണ്ട് അത്രയ്ക്ക് സെറ്റല്ല. ഇതുവഴി ഇങ്ങനെ നടക്കാൻ എന്ത് രസമാണ്. കുളിസീൻ കാണാൻ വന്നിരിക്കുന്ന ഇരിപ്പാണിത്.
കാക്കകൾ നമ്മളെ പൊന്മാനൊക്കെ കുളിക്കുന്ന സീനുണ്ടായിരുന്നു. ഞാൻ കണ്ടതാണ്. അതിനെ കാണുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം കേട്ടോ. പാവാടയും ബ്ലൗസൊക്കെ നല്ലതായിരുന്നു ഇട്ടുണ്ട് വന്നത്. പക്ഷേ എവിടെ നിന്ന് ഇറങ്ങിയിട്ടാന്ന് അറിയത്തില്ല. ഇതിൻ്റെ അടിയിലൊക്കെ അഴുക്കായി ഗൈസ്. ഇതൊക്കെ എന്താ ഡുഗടി വണ്ടിയിലൊരു ഫാമിലി വരുന്നുണ്ട് ഗൈസ്. നമുക്ക് വേറെ പണിയൊന്നും ഇല്ലാതെ തന്നെ നമ്മളിങ്ങനെ പാടത്തും വരമ്പത്തും തോട്ടിലും ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. നിങ്ങൾക്കുണ്ടോ ഇതുപോലത്തെ ഹോബീസൊക്കെ? നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ കമൻറ്റ് ബിലോ.